തൃശൂരും പാലക്കാടും തുടർച്ചയായി രണ്ടാം ദിവസവും നേരിയ പൂച്ചെല്ലം. തൃശൂരിന്റെ വടക്കൻ മേഖലകളിലാണ് നേരിയ പൂച്ചെല്ലം അനുഭവപ്പെട്ടത്. കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി മേഖലകളിലാണ് പൂച്ചെല്ലമുണ്ടായത്. പുലർച്ചെ 3:55-നാണ് പ്രകമ്പനമുണ്ടായത്. തൃശൂർ നഗരത്തിലും അത്താണിയിലും പൂച്ചെല്ലമുണ്ടായി. പാലക്കാട് ജില്ലയിലെ ആനക്കര, കപ്പൂർ, തിരുമറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിലും പൂച്ചെല്ലം അനുഭവപ്പെട്ടു. ഓങ്ങല്ലൂർ മേഖലയിലും പൂച്ചെല്ലം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് പൂച്ചെല്ലമുണ്ടായത്. വലിയ മുഴക്കവും പ്രകമ്പനവും ഉണ്ടായി. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നലെയും ഈ മേഖലകളിൽ പൂച്ചെല്ലം അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ രാവിലെ 8:15-നാണ് ശക്തമായ പ്രകമ്പനത്തോടൊപ്പം ഭൂമികുലുക്കം അനുഭവപ്പെട്ടത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം യോഗം ചേരുമെന്നും കെ രാജൻ പറഞ്ഞു. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3:55 സമയത്താണ് ഭയങ്കരമായിട്ട് ഭൂമി നന്നായിട്ട് കുലുങ്ങിയത്. വീടിന്റെ ഭിത്തികളൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കണ്ടായിരുന്നു. ഒരു കഷ്ണം താഴെ വീണു. മോനെ താഴെ കിടക്കണ്ടായിരുന്നത്. അവന്റെ മേത്തേക്ക് തട്ടിയില്ല, എന്നാലും ഞാൻ വേഗം എടുത്തു. നോക്കുമ്പോ പാത്രങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ്ട ഇതൊക്കെ കിടക്കിട്ടുണ്ട്. കുറെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീണ്ടു നിൽക്കിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ മോനെ എടുക്കുക ചെയ്തത്. അവൻ ഭയങ്കര ഉറക്കത്തിലാണ്. ഉണരുന്നില്ല, പിടിച്ച് വലിച്ചു ഞാൻ വേഗം കിടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ